ചേച്ചിക്ക് അനിയെ എങ്ങനെയെങ്കിലും സമ്മർ ക്യാമ്പിന് പറഞ്ഞു വിടണമെന്നാ. ഇവനാണെങ്കിൽ സിഹി വന്നില്ലെങ്കിൽ പോവില്ലെന്നാ പറയുന്നത്. നീ ആണെങ്കിൽ സിഹിയെ പറഞ്ഞയക്കില്ലെന്നും പറയുന്നു. എനിക്കിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല സീതെ. രാമ, വെയർ ഹൗസിലേക്ക് നീ പോയിട്ട് വാ. ഇവിടെ എനിക്ക് വേറെ ചില പണിയുണ്ട്. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ് 1 2 3. മൈക്ക് ചെക്ക്. വാട്ട് ഈസ് യുവർ പ്രോബ്ലം സർ? സീതയ്ക്ക് സിഹി എങ്ങോട്ട് അയക്കാൻ ഇഷ്ടമല്ല. അനിക്ക് ക്യാമ്പിന് പോകണം. പക്ഷെ സിഹി ഇല്ലാതെ പോകാൻ അവന് ഇഷ്ടമല്ല, അല്ലേ? അതെ അശോക്, ഇതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അശോക, നീയെങ്കിലും സീതയോട് പറ, സിഹിയെ ക്യാമ്പിലേക്ക് പറഞ്ഞയക്കാൻ. ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല. സൂര്യ, സീത സിഹി എങ്ങോട്ടും പറഞ്ഞേക്കേണ്ട ആവശ്യമില്ല. അനിയോ അതെ, സിഹി ഇല്ലാതെ ക്യാമ്പിന് പോകേണ്ട ആവശ്യമില്ല. എന്റെ കയ്യില് ഒരു സൂപ്പർ ഡൂപ്പർ സൊല്യൂഷൻ ഉണ്ട്. എന്ത് പ്ലാൻ അശോക? വീട്ടിൽ തന്നെ സമ്മർ ക്യാമ്പ് നടത്തിയാ പോരെ? വീട്ടിലോ? യെസ്, നമ്മൾ നമ്മുടെ കൊളീഗ്സിനെയൊക്കെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സമ്മർ ക്യാമ്പ് കണ്ടക്ട് ചെയ്താൽ ഓക്കെ അല്ലേ? എങ്ങനെയുണ്ട് ഐഡിയ? വൗ, സൂപ്പർ. എടാ മിടുക്ക, അത് കൊള്ളാലോ അശോക. നീ കുട്ടികളെല്ലാം കൂട്ടി ഇവിടെ ഒരു ക്യാമ്പ് നടത്തിയ എനിക്ക് കുട്ടികളുടെ എല്ലാവരും കൂടി ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാലോ. അതുപോലെ മോളെ ഓക്കെ അല്ലേ? താങ്ക് യു സോ മച്ച് അശോക്. എനിക്ക് ഇവളെ എങ്ങോട്ടും പറഞ്ഞയക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെ സമ്മർ ക്യാമ്പ് നടത്തിയ ഇവളുടെ ആഗ്രഹവും നടക്കും, എനിക്ക് സമാധാനമായിട്ടിരിക്കാം. നല്ല നല്ല ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാൻ സീത. അതുമല്ല, ഞാൻ തന്നെ ഒരു ഡ്രാമ എഴുതി എന്റെ ഡയറക്ഷനിൽ കുട്ടികളെ കൊണ്ടത് ചെയ്യിപ്പിക്കും. നോക്കിക്കോ. സാറിന് ഈ നാടകം എഴുത്തൊക്കെ വശമുണ്ടോ? നിങ്ങളുടെ കൂടെ നിന്നിട്ട് അത്രയെങ്കിലും പഠിച്ചില്ലെങ്കിൽ എന്താ സൂര്യ? അത് സിഹിയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ. ചോത്തുപോയുള്ള ഹാൻഡ് റൈറ്റിംഗ്. അതെങ്ങനെ ഇപ്പൊ വീണ്ടും തിരിച്ചു വന്നേ? ഡിയർ അച്ഛ, അവള് മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചതായിരിക്കോ? എന്തായിരിക്കും ആ ലെറ്ററിലുള്ളത്? അശോക, ഇപ്പൊ അശോക് ആ ലെറ്റർ രാമന് കാണിച്ചു കൊടുത്ത എന്തായിരിക്കും ആ ലെറ്ററിലുള്ളത്? മറച്ചു വെച്ച സത്യം എന്ന് പറയുമ്പോ അവൾ എന്തായിരിക്കും അതിൽ എഴുതിയിരിക്കുന്നത്? അശോക്, ആ ലെറ്ററിലൂടെ എന്ത് പറയാനാണ് നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ലെറ്ററിൽ ഇനി എന്തായാലും അത് കണ്ടുപിടിച്ചേ പറ്റൂ. നാളെ മുതൽ സമ്മർ ക്യാമ്പ് തുടങ്ങും. രാവിലെ 10 മണിക്ക് കുട്ടികളോട് കൃത്യമായിട്ട് എത്തിച്ചേക്കണേ. ഓക്കെ. ഹലോ, ശരത്, സമ്മർ ക്യാമ്പിന്റെ കാര്യം മെസ്സേജ് ചെയ്തിരുന്നു. റാം, എന്തുപറ്റി? എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്തു. നിങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലോ, കുടിക്കാൻ ഞാൻ ജ്യൂസ് കൊണ്ടുവരാം. നിങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടെന്നാ തോന്നറാം. നമ്മുടെ പുതിയ മാനേജർ ഓഫീസ് മുഴുവൻ മെസ്സപ്പാക്കി നല്ല ടെൻഷനാക്കി സീത. ഇപ്പൊ എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ വന്നേക്കുന്നേ. അല്ല, അശോക് എവിടെ? അവനെ കണ്ടില്ലല്ലോ. അശോക് ഇല്ല, കുഴപ്പമില്ല, ഇല്ല, അവിടെ ഇരുന്നു. നിന്റെ ഹനുമാനെ പുതിയൊരു സാഹസത്തിന് ഇറങ്ങിയിരിക്കുകയല്ലേ? സാഹസോ?
എന്ത് സാഹസം? റാം, അശോക് വീട്ടില് സമ്മർ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. എന്താ? അതെ രാമ, അതിനെ നിന്റെ കൊലീഗ്സ്, ഫ്രണ്ട്സ്, അവരുടെ എല്ലാം മക്കളെ ഈ സമ്മർ ക്യാമ്പിന് അയക്കണമല്ലോ, അതിന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് അവനൊരു പണിയുണ്ടെന്ന് പറഞ്ഞേ. അല്ല, ഈ പരിപാടി അവൻ എപ്പോഴാണ് തുടങ്ങിയത്? റാം, അത് നടത്തിക്കോട്ടെ. സിഹിയെ അത്ര ദൂരത്തേക്ക് സമ്മർ ക്യാമ്പിന് വിടണ്ടല്ലോ നമുക്ക്. റാം, നാളെ മുതൽ ഞാൻ എന്തായാലും കുട്ടികളുടെ കൂടെ അടിച്ചു പൊളിക്കാൻ നിർത്തി ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ കെട്ടിയവൻ എന്തായാലും നല്ല ഡിസിഷൻ എടുത്തേ. മോനെ, പറ മുത്തശ്ശ. നിങ്ങളോടല്ല, ഞാൻ അവനോടാ പറഞ്ഞേ. നാളെ തൊട്ട് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഒരു പുതിയ ചൂട് വെക്കാൻ പോവാ. എനിക്ക് ഇതിന്റെ ഫുൾ സപ്പോർട്ട് വേണം രാമ. നീ എന്ത് വേണമെങ്കിലും പോയി ചെയ്യാ അശോക, ഞാൻ ഈ കളിക്കയില്ല. ഞാനിതെല്ലാം ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാ രാമ. നീ എന്റെ കൂടെ ഇല്ലെങ്കിൽ. റാം, ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? അശോക് എന്താ ആവേശത്തിലാണെന്നറിയോ ഈ സമ്മർ ക്യാമ്പ് തുടങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട്? സീത, എന്റെ രാമൻ എന്റെ കൂടി നിൽക്കില്ലേ? അവനങ്ങനെ പറയുന്നുണ്ടെന്നേ ഉള്ളൂ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോന്നൊക്കെ. ബട്ട് ഹീസ് മൈ പാർട്ട്ണർ ഇൻ ക്രൈം. ഞാനാണെങ്കിൽ കുട്ടികളൊക്കെ വരുന്ന നോക്കി കാത്തിരിക്കുക അശോക. വാ വാ. ഞാനും അതെ. വീട് നിറയെ കുട്ടികളുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? അശോക്, നീ എടുത്ത ഈ തീരുമാനം എനിക്ക് വളരെ ഇഷ്ടമായി. ഈ ഒരു വർഷം മാത്രം പോരാ, എല്ലാ വർഷവും വീട്ടില് സമ്മർ ക്യാമ്പ് നടത്തണം. പിന്നെ കുട്ടികൾക്കുള്ള വെള്ളം, ഭക്ഷണം, ജ്യൂസ് എല്ലാത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മേമ, ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓഹോ, അപ്പൊ എന്നെ ഒഴിവാക്കിയോ? ഞാനും നിങ്ങളുടെ ടീമാ. ആഹാ, നമ്മുടെ മഹിളാ രത്നങ്ങൾ ഇങ്ങനെ ധൈര്യം തരുന്നുണ്ടെങ്കിൽ പിന്നെന്താ, സമ്മർ ക്യാമ്പ് അടിച്ച് പൊളിക്കാം, ഇല്ലേ സൂരി? ആ കറക്റ്റ്. നാളെ ക്യാമ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എനിക്ക് കൊതിയാവുന്നുണ്ട് സിഹി. എനിക്കും അതെ. അനി, യെസ് മോം. നീ ബുക്സ് ഒക്കെ റൂമിൽ വലിച്ചു വാരിയിട്ട് വന്നത് എന്തിനാ? ചെന്നെടുത്ത് വെക്കല്ല. ഓക്കെ മോം, 5 minutes. നോ 5 minutes. ഇപ്പൊ പോയി എടുത്ത് വെക്ക. ഞാൻ നിനക്കൊരു സെന്റൻസ് പറഞ്ഞു തരാം, അതൊന്ന് എഴുതാവോ? നിന്നോടാ ഞാൻ ചോദിച്ചത്, അതൊന്ന് എഴുതാവോ? എന്നെഴുത. ഡിയർ അച്ഛ. എന്തിനാ? ഞാൻ പറയ, നീ എഴുത. എങ്ങനെയാ ഇത് എഴുതുന്നേ? അശോക് അങ്കിൾ നിങ്ങൾക്കെതിരെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഭാർഗവി ആന്റിക്ക് ത്രെറ്റ് ഉണ്ട് എന്നെഴുത. എന്ന് അച്ഛന്റെ സിഹി എന്നെഴുതാൻ മറക്കണ്ട. ഇത് ഞാൻ ശരിയാക്കി തരാം. നീ എഴുതി കഴിഞ്ഞോ? ഡിയർ അച്ഛ, ആഘോഷങ്ങൾ വളരെ നല്ലവനാണ്. ഭാർഗവി ആന്റിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ അത് നിങ്ങൾ വിശ്വസിക്കണം. എന്ത് പറ്റി ആന്റി? ഞാൻ പറഞ്ഞതെന്താ, നീ എഴുതി വെച്ചതെന്താ? സത്യമല്ലേ ഞാൻ എഴുതിയത് ആന്റി? എന്റെ അടുത്ത് തർക്കുത്തരം പറയാൻ നിൽക്കല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ, നീ സിഹിയല്ല. എങ്ങനെ സിഹിയുടെ ഹാൻഡ് റൈറ്റിംഗ് എവിടെ എത്തി?
അതുമല്ല, ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെഴുതി വെച്ചിരിക്കുന്നു. എന്തൊരു അഹങ്കാരം നിനക്ക്! പറ, സിഹിയെ പോലെ നീ എങ്ങനെയാണ് എഴുതിയത്? സിഹി എന്ന പേരില് ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നെ കൂടാതെ? എന്തിനാ സിഹിയെ പോലെ എന്ന് പറയുന്നേ? ഞാൻ സിഹി തന്നെയല്ലേ? ഞാൻ എഴുതുന്ന പോലെ തന്നെയല്ലേ എഴുതിയത്? അനിയെ ഇങ്ങോട്ട് പറഞ്ഞേക്ക്. നാളെ സമ്മർ ക്യാമ്പിന് വേണ്ട കാര്യങ്ങള് അവന്റെ കൂടെ എടുത്തു വെക്കണം. ജോലി ചെയ്ത് ഉറങ്ങിപ്പോയോ അച്ഛാ? പാവമുണ്ട് നിങ്ങള്. ക്ഷീണം ഉണ്ടെങ്കിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങണം. ഇതെന്താ നിങ്ങൾ ഇങ്ങനെ കിടക്കുന്നേ? സിഹിമോളെ, നിന്റെ കൈകൾക്ക് എന്തോ മാജിക്കുണ്ട്. സിഹിമോളെ, നിങ്ങൾ ആരെയാ നോക്കുന്നേ അച്ഛാ? എന്നെയാണോ? എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ലാപ്ടോപ്പ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചാണല്ലോ. ഇതാരാ ക്ലോസ് ചെയ്തേ? ഞാനാ ക്ലോസ് ചെയ്ത് വെച്ചത് അച്ഛാ. സീത, നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് ഈ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തിരുന്നോ? ആറാം, ഞാൻ നേരത്തെ ഇങ്ങോട്ട് വന്നിട്ട് ഇത് അടച്ചിട്ട് പോയി. എന്നിട്ടിപ്പോ വീണ്ടും വന്നു. സീത, ഐ ആം സീരിയസ്. സത്യം പറ, നീ അല്ലേ ഇത് ക്ലോസ് ചെയ്തേ? റാം, ഞാൻ ഇപ്പൊ വരുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾ തന്നെ ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചതായിരിക്കും ചിലപ്പോ. ഇല്ല സീത, എന്റെ ജോലി ഇതുവരെ തീർന്നിട്ടില്ല. ലാപ്ടോപ്പ് നോക്കി ഒന്ന് സ്ട്രെസ് ആയപ്പോ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി കണ്ണടച്ച് കിടന്ന അപ്പോഴേക്കും ലാപ്ടോപ്പ് ക്ലോസ് ആയി. അല്ല, സിഹി ഇതുവരെ എങ്ങനെ വന്നിരുന്നോ? ഇല്ല റാം, സിഹി അനിയും കൂടെ അവിടെ സമ്മർ ക്യാമ്പിലുള്ള പ്രിപ്പറേഷൻസിലാ. സിഹിമോൾ എന്നെ തലയിൽ തടവിയതുപോലെ എനിക്ക് തോന്നിയില്ല. എന്റെ തോന്നൽ മാത്രമാ. റാം, നിങ്ങൾക്ക് ക്ഷീണം കാണും, വന്ന് കിടക്കാൻ നോക്ക്. എന്ത് ജോലിയാണെങ്കിലും നാളെ ചെയ്യാം. അതെ അച്ഛാ, വേഗം കിടന്നോ. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ് സീതമ്മ. ശരിക്കും എന്റെ മോളെന്നെ തലോടിയില്ലേ? ഏയ്, എവിടെയായിരുന്നു നീ ഇത്രയും നേരം? സീതമ്മ, നാളത്തേക്ക് ബുക്സും കളർ പെൻസിലും എല്ലാം ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ശരി, വന്നുറങ്ങാൻ നോക്ക്.
എത്ര നല്ലവരാ എന്റെ അച്ഛൻ. ഇത്രയും ദിവസം എന്റെ അച്ഛൻ ചീത്തയാണെന്നാ ഞാൻ വിചാരിച്ചേ. എന്തു പറ്റി മോളെ? എന്തുപറ്റി? അന്ന് നിന്റെ അച്ഛൻ എന്റെ മേൽ കൈയെടുത്ത് വെച്ചപ്പോ അതെടുത്ത് മാറ്റി. ഇപ്പൊ നീ ഇതിനെടുത്ത് വെക്കുന്നുണ്ടല്ലോ. അന്ന് എനിക്ക് അച്ഛനോട് ദേഷ്യം ഉണ്ടായിരുന്നു, ഇന്ന് പാവം തോന്നുന്നു. എന്റെ ചക്കരക്കുട്ടി. ശരി, മോള് കിടന്നോ. നിങ്ങൾ എന്താ ചെയ്യുന്നേ ആഘോഷങ്ങൾ? ഓ, നാടകത്തിന്റെ സ്ക്രിപ്റ്റാ. ഇതൊക്കെ വെച്ച് എന്ത് നടക്കാനാ? പ്രിയപ്പെട്ട നാടക രചയിതാവേ, ഇതാ നല്ല ചൂടുള്ള ടീ. ഓ താങ്ക് യു സോ മച്ച് മോളെ. ഞാൻ നാടക എഴുത്തിൽ ബിസി ആയപ്പോ നീ തന്നെ ചായ ഉണ്ടാക്കിയോ? എന്തോ നിങ്ങൾ ഉണ്ടാക്കിയ ചായ പോലെയൊന്നും ആവില്ല, ജസ്റ്റ് ട്രൈ. ഓക്കെ, ഇപ്പൊ പറ, ഈ നാടകം ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ, ഇതിന്റെ പുറകിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ഐ എം വെരി ഷുവർ. റാം, ഈ നാടകത്തിന്റെ ക്ലൈമാക്സ് കാണുമല്ലോ, അപ്പോ മനസ്സിലാകും ഇതിന്റെ പുറകിൽ എന്താണെന്ന്. ഹലോ ബോസ്, നിങ്ങളുടെ രാമൻ എപ്പോ വേണേലും മനസ്സിലാക്കട്ടെ, പക്ഷെ എനിക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കണം. നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ, എന്നോട് പറ പറ പറ. പറയില്ല അല്ലേ? എന്നാ ഞാൻ പോവാ. ഏയ്, അതങ്ങനെയല്ല മോളെ. പിന്നെ എങ്ങനെയാ? നിങ്ങൾ എന്തിനാ അശോക് എന്നോട് ഇങ്ങനെ മറച്ചു വെക്കുന്നത്? ഞാനൊന്നും മറച്ചു വെച്ചതല്ല. നിങ്ങളുടെ ഭാര്യയ്ക്ക് ലൈഫിലെ ഭയങ്കര ക്യൂരിയോസിറ്റിയാ. എന്തെങ്കിലും ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനം ഉണ്ടാവില്ല. അത് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. നിങ്ങൾ കാര്യം എന്താണെന്ന് പറ. നോക്കൂ മോളെ, ഈ യുദ്ധത്തിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. നിന്നെ എനിക്ക് ഇതിന്റെ നടുവിലേക്ക് തള്ളി നിർത്താൻ കഴിയില്ല. നീ എന്നെ മനസ്സിലാക്കി എന്നെ വിശ്വസിച്ച് എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. എന്താ അതിൽ ഡൗട്ട് ഉണ്ടോ? എന്റെ ഭർത്താവ് എന്താ ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. എന്നാലും അതിലെന്തെങ്കിലും നല്ല ഉദ്ദേശം കാണും. അവർ ചെയ്യുന്നതെല്ലാം കറക്റ്റാന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? അത്രയും മതി. നിങ്ങളെന്തോ യുദ്ധമാണെന്ന് പറഞ്ഞില്ലേ? ഭാർഗവി മാമിനോടാണോ? പിന്നെ സത്യത്തിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്ന യുദ്ധമാണ്. സീതമ്മ എപ്പോഴും പറയുമായിരുന്നു, സത്യത്തിന് മരണമില്ല, കള്ളത്തിന് സന്തോഷവും ഇല്ല. അക്കോശങ്കൾ, നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, ഇതിന് നമ്മൾ ജയിച്ചിരിക്കും. മേമേ, ഇതുവരെ അശോകങ്കൾ വന്നില്ലല്ലോ. ഇപ്പൊ വരൂ അനി. അനി, അവര് വന്നല്ലോ. വരൂ വരൂ മക്കളെ, വരൂ മക്കളെ, വരൂ. ഹായ് സിഹി. ഹായ് അനി. കേറി വരൂ, കൊച്ചു മക്കളെല്ലാം ഒന്നായി കേറി വരണേ. വന്നേ. ആ സിഹി, അനി, ബാ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. ദാ ഇന്ന് തൊട്ട് ഇവരൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സാ. നിങ്ങളൊക്കെ സ്വയം പരിചയപ്പെട്ടോളണം. ശരി, എന്നാ ഞാൻ ആദ്യം കുട്ടികൾക്കുള്ള ജ്യൂസ് ഒക്കെ കൊണ്ടുവരാം. ആദ്യം പോയി അത് നോക്ക്. ഹായ് ചോട്ടാസ്, സമ്മർ ക്യാമ്പിന് റെഡിയല്ലേ എല്ലാരും? ഹലോ ചിൽഡ്രൻ. ഹായ്. ഇരുന്നോളൂ. എടാ, നാടകം റെഡിയല്ലേ? രാത്രി തൊട്ട് രാവിലെ വരെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ദാ ഞാനിരുന്ന് എഴുതി തീർത്തതാ ഇത്. ഓ, അത് എഴുതി തീർത്തോ? തന്നെ നോക്കട്ടെ. നോ വേ, ഒരിക്കലുമില്ല. എടാ, ഒന്ന് കാണിക്കടാ. സെയിം ഡയലോഗ് റിപ്പീറ്റ്. ഈ കബിരാജൻ, അല്ല എന്റെ ഭർത്താവ്, എനിക്ക് പോലും വായിക്കാൻ തന്നില്ല, പിന്നെ നിങ്ങൾക്ക് തരുമോ?
അല്ല ഇപ്പോഴേ നിങ്ങൾ നാടകം എഴുതിയത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാ പിന്നെന്താ കാര്യം? നാടകം കണ്ടിരുന്ന് എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവൂല. എന്നാലും എന്റെ അശോക, ഒറ്റ രാത്രി കൊണ്ടൊരു ഡ്രാമ എഴുതി തീർത്തുവെങ്കിൽ നീ ശരിക്കും ഗ്രേറ്റ് ആടാ. നീ എന്റെ ഫ്രണ്ടാണെന്ന് പറയുമ്പോ തന്നെ എനിക്ക് എന്തോ ഒരു അപമാനം പോലെ. അല്ല, ഞാൻ പറഞ്ഞത് പ്രൗഡ് ഫീലിംഗ്.